വോട്ട് പെട്ടിയിലായതോടെ മുന്നണികൾ കണക്കുകൂട്ടലുകളിലും കിഴിക്കലുകളിലുമാണ്. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. ഫലം പുറത്തുവരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ LDFും UDFും BJPയും കണക്കുകൂട്ടലുകളിലാണ്. മികച്ച പോളിംഗ് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്ന ചർച്ചകൾ സജീവം. പോളിംഗ് കൂടിയാൽ വിജയം UDFിനെന്നും കുറഞ്ഞാൽ LDFിനെന്നുമുള്ള പഴയ വാദം ഇന്ന് ആരും കണക്കിലെടുക്കുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉണ്ടായപ്പോൾ വിജയം UDFിന് 75.12 അന്ന് പോളിംഗ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് UDF വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 77.83%. എന്നാൽ വിജയം LDFിന്. പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകളിൽ കഴമ്പില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കവയും LDFിന് മികച്ച വിജയം പ്രവചിക്കുകയാണ്. UDFിന് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും പ്രമുഖർ പലരും കടപുഴകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ചൂടുപിടിച്ചും ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരം ശക്തമായിരുന്നുവെന്നും അത് വോട്ടായി മാറിയെന്നുമാണ് LDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. എക്സിറ്റ് പോളുകളും അത് ശരിവെക്കുകയാണ്. എന്നാൽ UDF ആകട്ടെ 72 മുതൽ 76 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ നിരത്തിയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എങ്കിലും പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത് തോൽവിയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതും സജീവ ചർച്ചാ വിഷയം. മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും താമര വിരിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും BJP അക്കൗണ്ട് തുറക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 77.35% പേർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കോഴിക്കോടാണ്, 81.89%. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലുമാണ്, 71.66%. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 77.35% പോളിംഗ്. മലബാർ മേഖലയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഉണ്ടായപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അത് താരതമ്യേന കുറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്. 81.89% ഇവിടുത്തെ പോളിംഗ്. 71.66% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68.22% പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ 75% മേൽ ആവറേജ് പോളിംഗ് ഉണ്ട്. മധ്യമേഖലയിൽ ആലപ്പുഴ ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തത്. 79.88 ഇവിടുത്തെ പോളിംഗ് ശതമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് 79.11% തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് 68.26% എന്നത് ഇക്കുറി 72.53 ഉയർന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 75.07, കോട്ടയത്ത് 76.90, ഇടുക്കിയിൽ 73.59%, എറണാകുളത്ത് 79.77% പോളിംഗ്. അതേസമയം തൃശൂരിൽ ഇക്കുറി 77.74% പോളിംഗ് ഉയർന്നിരിക്കുന്നു. 80.63% കണ്ണൂരിലെ പോളിംഗ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ഏറ്റവും ഉയർന്ന പോളിംഗ് ഇക്കുറി രേഖപ്പെടുത്തിയതിനാൽ പ്രധാന മുന്നണികളെല്ലാം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദിനെതിരെ പോലീസ് കേസ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി AK ലതീഷ് ചേരുന്നു. ലതീഷ്, ക്യാൻസർ ബാധിതനായ രോഗിയെ സന്ദർശിക്കുക മാത്രമായിരുന്നു താൻ ചെയ്തത് എന്നാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് പണം കൈമാറുന്നത് വ്യക്തമായിരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് തുടർ നടപടി? അരുൺ, ഈ മാസം 12-നാണ് CP മുഹമ്മദ് വോട്ടർക്ക് പണം നൽകുന്ന ദൃശ്യം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. LDFന്റെ മണ്ഡലം കമ്മിറ്റി എന്ന നിലയിൽ ഇവിടെ പോലീസിലും പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വരണാധികാരിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ പട്ടാമ്പി പോലീസ് CP മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. IPC 171B, 171E എന്നീ 2 വകുപ്പുകൾ പ്രകാരമാണ് CP മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിന് വേണ്ടി വ്യക്തികളെ സ്വാധീനിക്കുന്നതിനായി പണമോ പാരിതോഷികമോ നൽകുക എന്നത് സംബന്ധിച്ച ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഈ വകുപ്പ് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 171B-യും 171E-യും ഉൾപ്പെടുത്തിക്കൊണ്ട് CP മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ
സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു എം എൽ എ ആയിരുന്ന CP മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് ഒരു പ്രാഥമികമായ ഒരു അന്വേഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ CP മുഹമ്മദ് ഇത്തരത്തിൽ ഒരു വീട്ടിൽ കടന്നു ചെല്ലുകയും അവിടെയുള്ള ഒരു സ്ത്രീയുടെ കൈവശം പണം കൈമാറുന്നതും ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് LDFന്റെ ഇത്തരം ഒരു പരാതി കൂടി വന്നതോടെ ഇത്തരത്തിലൊരു കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 171B 171E വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ പട്ടാമ്പി പോലീസ് CP മുഹമ്മദിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തു. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ്. തിരുവനന്തപുരത്ത് 72.53% പോളിംഗ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് 75.7%, പത്തനംതിട്ടയിൽ 71.66%, ആലപ്പുഴയിൽ 79.88% പോളിംഗും രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മറ്റ് 2 മേഖലകളെ അപേക്ഷിച്ച പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് ഇക്കുറി വർധനയുണ്ട്. 72.53% തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 68.3 ആയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മികച്ച പോളിംഗ് ആണ്, 79.88%. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ആറന്മുളയിൽ 70.96%, തിരുവല്ലയിൽ 69.29%, അടൂരിൽ 74.52%, കോന്നിയിൽ 73.19%, റാന്നിയിൽ 70.38% പോളിംഗ്. കൊല്ലം ജില്ലയിൽ 75.07 പോളിംഗ് ശതമാനം. കൊല്ലത്തെ ചവറ, കൊല്ലം, പത്തനാപുരം എന്നിവിടങ്ങളിൽ ഇക്കുറി മികച്ച പോളിംഗ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, അരുവിക്കര, പാറശാല മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 75 കവിഞ്ഞിട്ടുണ്ട്. വാശിയേറെ പോരാട്ടം നടന്ന അരുവിക്കരയിൽ 75.76, നേമത്തിൽ 74.11% ഇത്തവണത്തെ പോളിംഗ്. വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം 69.83. ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം ശേഷിക്കെ പോളിംഗ് ശതമാനം കണക്കുകൂട്ടി മുന്നണികളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ അവസാനഘട്ട കണക്കുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ 5 ജില്ലകളിലെ ശരാശരി പോളിംഗ് ശതമാനം 76.8 79.39% പേർ വോട്ട് ചെയ്ത എറണാകുളം ജില്ലയാണ് മുന്നിൽ. 73.59% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഇടുക്കി ജില്ലയാണ് മധ്യകേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമുള്ള ജില്ല. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മധ്യകേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എറണാകുളമാണ്. 79.39% പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. 2011 77.63 ആയിരുന്നു ജില്ലയിലെ പോളിംഗ്. 85.36% പേർ വോട്ട് രേഖപ്പെടുത്തിയ കുന്നത്തുനാടാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ജില്ലയിൽ ഇരു മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. 71.6% പേർ വോട്ട് ചെയ്ത 2006 എറണാകുളം ജില്ലയിൽ LDF 10 സീറ്റ് നേടിയിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച 2011 UDFനായിരുന്നു വൻ നേട്ടം. ഈ കണക്കിലാണ് വലത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഇടുക്കിയിൽ 2011 അപേക്ഷിച്ച് നേരിയ വർധനവ് മാത്രമാണ് ഇക്കുറി ഉണ്ടായത്. 71.13 ആയിരുന്നത് 72.18 വർദ്ധിച്ചു. അന്ന് 5-ൽ 3 സീറ്റും നേടി LDF മേൽക്കൈ കരസ്ഥമാക്കിയിരുന്നു. കടുത്ത മത്സരം നടന്ന ഇടുക്കി നിയമസഭാ സീറ്റിൽ 76.35% പേർ വോട്ട് രേഖപ്പെടുത്തി. 76.37% പേരാണ് ആലപ്പുഴ ജില്ലയിൽ വോട്ട് ചെയ്തത്. 2011 ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം 79.1 ആയിരുന്നു. 86% പേർ വോട്ട് ചെയ്ത ചേർത്തലയാണ് ജില്ലയിൽ മുന്നിൽ. കടുത്ത ത്രികോണ മത്സരം നടന്നതായി പ്രചരിപ്പിക്കപ്പെട്ട കുട്ടനാട്ടിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം 71.14 ഒതുങ്ങി. കോട്ടയം ജില്ലയിൽ 77.42% പേരാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.79 ആയിരുന്നു പോളിംഗ് ശതമാനം. 80% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കമാണ് മുന്നിൽ. 68.4% പേർ വോട്ട് ചെയ്ത കടുത്തുരുത്തിയാണ് ഏറ്റവും പിന്നിൽ. തൃശൂർ ജില്ലയിൽ 77.73% പേരാണ് വോട്ട് ചെയ്തത്. 2011 74.9% ആയിരുന്നു തൃശൂർ ജില്ലയിലെ പോളിംഗ്. മധ്യകേരളത്തിലെ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വർധനയുണ്ടായതായി കാണാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാർ മേഖലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 81.89%, കണ്ണൂർ ജില്ലയിൽ 80.63% പോളിംഗും രേഖപ്പെടുത്തി.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയടക്കം വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിലും റെക്കോർഡ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാലക്കാട്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 1 മുതൽ 4% വരെ പോളിംഗിൽ വർധനവുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ 81.89% ഇത്തവണ പോളിംഗ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 80.46% പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1.5 വർദ്ധിച്ച് 78.37% ഇക്കുറി പോൾ ചെയ്തത്. കണ്ണൂരിൽ ഇത്തവണ 1%-ലേറെ പോളിംഗിൽ വർധനവ് രേഖപ്പെടുത്തി. 81.76% വോട്ടർമാരാണ് ഇത്തവണ കണ്ണൂരിൽ വോട്ട് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ 78.34% വോട്ടർമാർ വോട്ട് ചെയ്തപ്പോൾ വയനാട്ടിൽ 78.1% പേർ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ 4% അധിക പേർ ഇത്തവണ വയനാട്ടിൽ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ മലപ്പുറം ജില്ലയിൽ കണക്കുകൾ പ്രകാരം ഇത്തവണ 2% പോളിംഗിൽ കുറവുണ്ടായി. പതിവ് പോലെ ഇടതുകോട്ടകളെന്ന് വിലയിരുത്തപ്പെടുന്ന കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ വലതുകോട്ടയായ മലപ്പുറത്ത് പോളിംഗ് ശതമാനത്തിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ചു തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ. അതേസമയം മറ്റന്നാൾ നടക്കുന്ന വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങളെല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ അടുത്ത സർക്കാർ ഇടതുപക്ഷത്തിന്റേതാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. മികച്ച ഭൂരിപക്ഷം LDFന് ലഭിക്കുമെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം. ആസാമിൽ ഭരണം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJP കേന്ദ്ര നേതൃത്വവും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അവസാനഘട്ട കണക്കെടുപ്പിലാണ് ദേശീയ പാർട്ടികൾ. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. കേരളത്തിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് LDF ആയിരിക്കും. പശ്ചിമബംഗാളിലും മുന്നേറ്റം നടത്തും. 20-ാം തീയതി കേരളത്തിൽ പോകും. തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതി സർക്കാർ രൂപീകരണത്തിലുള്ള തീരുമാനമെടുക്കുമെന്ന് യെച്ചൂരി വ്യക്തമാക്കി. Wait till the 19th. Exit polls are exit polls. They are not the actual polls. And we have seen in the past what the exit polls say. I think we are, as I said earlier and I maintain now, the next government in Kerala is going to be an LDF government. Who will lead it? Who will be the CM? VS or That will tell you. Let the elections be over. VS for the most CM candidate in We have told you earlier that we will tell you, we will sit down, decide what all the matters after the elections. And let the results be declared on 19th, we'll tell you. അതേസമയം എക്സിറ്റ് പോളിലെ പരാജയ പ്രവചനങ്ങളിൽ ആശങ്കയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വവും BJP കേന്ദ്ര നേതൃത്വവും. കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത വൃത്തങ്ങൾ പരിശോധിച്ചു. മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. യുവജനങ്ങൾക്കിടയിൽ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പരാജയത്തിന്റെ കനത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വം ആസാമിലെ എക്സിറ്റ് പോളിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. ആദ്യമായി സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ കേരളത്തിലും പശ്ചിമബംഗാളിലും പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനായില്ല. കേരളത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയിട്ടും വോട്ട് നേടാനായില്ല. BJDS കൂട്ടുകെട്ടും ഫലം കണ്ടില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്ത് VS അച്യുതാനന്ദൻ. സമ്മതിദാനാവകാശം കേരളീയർ ശരിയായ വിധത്തിൽ വിനിയോഗിച്ചു എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് എന്നും VS തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. BJPയും UDFും വോട്ട് കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ താൻ പ്രഖ്യാപിച്ചതുപോലെ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് LDF എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളതെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി എരക്കേത്ത് ഗോവിന്ദമേനോൻ നിര്യാതനായി. ICL MD KG അനിൽകുമാറിന്റെ പിതാവാണ്. 40 വർഷത്തിലേറെയായി മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ സെക്രട്ടറിയായിരുന്നു. സംസ്കാരം നാളെ രാവിലെ ഇരിഞ്ഞാലക്കുടയിലെ വീട്ടുവളപ്പിൽ നടക്കും. ചെമ്മണ്ണൂർ ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 1000 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകി. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് വർഷം തോറും നടത്തിവരാറുള്ള വിദ്യാഭ്യാസ ധനസഹായ നിധിയുടെ ഭാഗമായാണ് ഇത്. സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു.